അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ പോത്തിൻ്റെ കാലിൽ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി പോകണം. നമ്മൾ ബീഫ് സ്റ്റീക്ക്, ബീഫ് ഗ്രില്ല് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്, പക്ഷേ ഇതൊരു വ്യത്യസ്തമായ പരിപാടിയാണ്. നല്ല അടിപൊളി പരിപാടിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നല്ല സൂപ്പർ സംഭവമാണ്. ഇതൊക്കെ കൊഴുപ്പാണ് ഇതിൻ്റെ. നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് ഈ കൊഴുപ്പ് നമുക്ക് ഇത്രയും ആവശ്യമില്ല. പക്ഷേ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊഴുപ്പിൻ്റെ ആവശ്യമുണ്ട്. അത് കംപ്ലീറ്റ് കൊഴുപ്പത്. അതൊക്കെ നമുക്ക് ആദ്യം മാക്സിമം നമുക്ക് കളയാം. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്ത് തരാം. ഇനി നമുക്കിതിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. നല്ല ആഴത്തിൽ മസാല ഇറങ്ങും പോലെ. കുറുക്കനെ ഒരു വര ഇട്ട് കൊടുക്കണം. നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. കട്ട് ചെയ്ത് കഴുകുന്നതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അപ്പോൾ ഉള്ളിലുള്ള ബ്ലഡൊക്കെ പോകും. നമുക്കിത് മാരിനേഷൻ ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് കുരുമുളക് പൊടി. ഇത് നമ്മൾ പൊടിച്ചാണ്, ഒരുപാട് പൊടിയാകാൻ പാടില്ല. കുറച്ച് അങ്ങനെ തരിതരിതിരിക്കുന്ന സാധനം എല്ലാ ഭാഗത്തും പോലെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഗ്യാപ്പിലൊക്കെ. ഇനി ഉപ്പ്. അതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ പോകണമെങ്കിൽ ഇറച്ചിയിൽ ഉപ്പ് പിടിക്കുള്ളൂ. കുറച്ച് ഉണക്കമുളക് പൊടിച്ചതാണത്. ശരിക്കും പറഞ്ഞാൽ കുരുമുളക് ഉപ്പ് മാത്രം മതി. എങ്കിലും ഇത് നമുക്ക് ഇത്തിരി ഒരു അല്പം എരിവ് കിട്ടാനായിട്ട്. ഇനി കുറച്ച് ഇഞ്ചി ചതച്ചത്. ഇതിനുള്ളിൽ കിടക്കുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. അതിന് കുറച്ച് വെളുത്തുള്ളി ചതച്ചത്. അധികം വേണ്ട, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. ലേശം ഓയിൽ. നാരങ്ങ നീരും കൂടി പിഴിയാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്ക് അടുത്ത ഭാഗം കൂടി തേക്കാം. ഈ ഭാഗവും നല്ലോണം തേച്ച് കൊടുക്കുക. ഇനി ഇതൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ഇരിക്കട്ടെ. എങ്കിലേ ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ശരിക്കും ഇറച്ചിയിലേക്ക് പിടിക്കുള്ളൂ. അവിടെ ഇരിക്കട്ടെ. നമുക്കിത് അടുപ്പ് കത്തിച്ചെടുക്കാം. ഈ കത്തിച്ച് വിട്ടിട്ടുണ്ട്. ഇത് പിടിക്കാനായിട്ട് പഴയ നേരത്തെ കുക്ക് ചെയ്ത ഓയിൽ. നമ്മുടെ തീ നല്ല അടിപൊളിയായിട്ട് കത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കിയതാണ്. ഈ വെള്ളമാണ് നമ്മൾ ഉള്ളിൽ ഇറക്കി വെക്കുന്നത്. ഇതിൻ്റെ ഈ നീരാവിലാണ് ശരിക്കും ഇത് വരുന്നത്. ഉള്ളിൽ നല്ല ചൂടല്ലേ, അത് തിളച്ചുകൊണ്ടിരിക്കും വെള്ളം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് കുത്തി വിടണം. വലിയ വലിയ മുട്ടിയിട്ടിരിക്കും കത്താനേ. പിന്നെ കനലൊക്കെ വിട്ട് മുട്ടി മാത്രം കത്തണം. നമുക്ക് ഇറക്കി വെക്കാം. ആദ്യം ഇങ്ങനെ കുഴിൻ്റെ ഉള്ളിൽ വെക്കാം. കുഴിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ വെള്ളത്തിൽ ഇറക്കി വെക്കാം. നടക്ക് വെക്കി കറക്റ്റ് നടക്ക് ഇവിടെ.
ഓക്കെ, അവിടെ നമുക്ക് ഒരു ഗ്രില്ലും കൂടി വെച്ച് കൊടുക്കാം. നമ്മളതിന് കെട്ടിത്തൂക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അറ്റ് അതിനകത്ത് വീഴരുത്, അതിനാണ് ഈ ഗ്രില്ല് വെച്ചിരിക്കുന്നത്. നമ്മളതൊരു ആംഗിൾ പീസിൽ ഇങ്ങനെ ഒരു പ്ലസ് പോലെ സെറ്റ് ചെയ്താണ് നമുക്കിതിനെ ഇതിനുള്ളിൽ ഇറക്കി വയ്ക്കാം. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വീണാലും ആ ഗ്രില്ലിൽ തന്നെ വീഴുള്ളൂ, താഴെപ്പില്ല. ഇനി നമുക്ക് വലിയ ഫോയിൽ പേപ്പറിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. നല്ലോണം പാക്ക് ചെയ്യാം. ദേശത്തൊന്നും വലിച്ചോട്ട് ഇത് ഈ ഓക്കെ റെഡി. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ടൈറ്റിലിരിക്കട്ടെ. ഇനി ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഇത് ഇങ്ങനെ നമ്മൾ വെക്കാൻ വേണ്ടി പോകണം. എന്നിട്ട് നമ്മൾ തുറക്കോളും. അപ്പോഴേക്കും സംഗതി അടിപൊളിയാവും. സംഗതി ഇത് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂറായി. ഇനി നമുക്കിത് കഴിക്കാനുള്ള കുക്കുംബറും ക്യാരറ്റും സലാഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. തക്കാളി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ നല്ല രസം ഉണ്ടാവണം. നമുക്കിത് തുറക്കാനുള്ള സംവിധാനം ചെയ്യാം. ഒരു 6 മണിക്കൂർ മേലെ ആയത്. നമുക്കിത് പതുക്കെ തുറക്കാം. മെല്ലെ മെല്ലെ മെല്ലെ. എന്താ വെള്ളം! ഇത് നീരാവിയായിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങിയിരിക്കണം. ഒരു ഒട്ടി അല്ലേ? ഇതിങ്ങനെ മതി, ഇങ്ങനെ പറിക്കും. ഇതിങ്ങനെ പോത്തിൻ്റെ കാലിരിക്കുന്ന കോലം കണ്ട. നമുക്ക് പതുക്കെ പൊക്കാത്. സംഗതി കുറച്ച് പീസ് എന്ത് താഴെ വീണുപോയി. അടിപൊളി സംഗതി. ഊരി വീഴുവോ? കുറച്ച് നോക്കിയാലോ രേഷ? ഇതാണ് ബീഫിൻ്റെ വേവ്. വെക്ക്. ഇനി ബാക്കി നമുക്ക് എടുക്കാം. അരച്ച് ഇട്ടിട്ട് നല്ല ചൂടുണ്ട് സംഭവം. അടിപൊളി. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്യാനുള്ള സംഭവം നോക്കാം. ആദ്യം ഇതിൻ്റെ പോത്തിൻ്റെ കാല് നമുക്ക് വരുമോ നോക്കാം. ഇനി വേഗം ഒന്നുമില്ല സംഭവം. അതിൻ്റെ ഞരമ്പാണ്. ഇതൊക്കെ നമുക്ക് മാറ്റാം. അതിലെ ശേഷം കാല് പിടിച്ചോ. അയ്യോ മെല്ലെ. ഇതാ ഇനി പോത്ത് വെന്തില്ലെന്ന് ആരും പറയരുത്. അത്രയും സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. കമ്പി നമ്മൾ കറക്റ്റായി കെട്ടിവെച്ചപ്പോൾ സംഗതി നമ്മൾ എല്ലാ ഭാഗവും അതാ ചൂടിട്ടേ. നമ്മൾ കമ്പി ഇവിടെ നിന്ന് അഴിച്ചില്ല, കാരണം പൊട്ടി വരുമുണ്ടേ. അഴിച്ചെത്തും. മൊത്തം ഇറച്ചി നമുക്ക് ആദ്യം മാറ്റിയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. പിന്നെ നീ നോക്കാം. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്?
അടിപൊളി ആയിരിക്കണമല്ലോ. നമ്മുടെ പിള്ളേർക്ക് ആദ്യം മാറ്റാം. അതിന് ടേസ്റ്റ് നോക്കട്ടെ എന്താ സംഭവം. ഓക്കെ, ഇത് നമ്മുടെ ടീമിൽ ഒരുപാടുണ്ട്, അവർക്കും കൊടുക്കണം. അടി. അപ്പം ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. നാരങ്ങയൊക്കെ പിഴിഞ്ഞ്. അതെ, നാരങ്ങയൊന്നും പിഴിയണമെന്നില്ല, സംഗതി അടിപൊളിയാണ്. ഇതേണ്ടാ, ബീഫാണ് സാധനം. ഇച്ചിരി മൈനസിലൊക്കെ നോക്കിയിട്ട് സംഭവം പൊളി. ശരിക്കും ഇതൊന്നും വേണ്ട, നാരങ്ങൊന്നും വേണ്ട. കഴിയാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ കുരുമുളകിൻ്റെ അല്ലേ, കുരുമുളക് നമ്മുടെ മുളക് പൊടിയും സംഭവം എന്താ ബീഫേ അങ്ങനെ ശേഷേ അങ്ങനെ വേഗമൊന്നും അറിയാണ്ട് നോക്കിയതാണല്ലോ. അതെ, ഇത്ര വേഗം നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും 6 മണിക്കൂറിൻ്റെ മുകളിൽ നമ്മൾ അതിനകത്ത് വെച്ചു. അതിൽ മുകളിൽ മുഴുവൻ ചൂടാറിയ പിന്നെയാണ് ഞങ്ങൾ ഇതെടുത്തത്. പക്ഷേ എല്ല് വരെ ശരിക്കും വെന്തു. അങ്ങനെ ശരിക്കും സ്റ്റീമായിട്ട് ഇതാ പഞ്ഞ് ശരിക്കും പഞ്ഞ് പോലെയായി ഇതാ. അപ്പോൾ എന്തായാലും ഈ കുഴി അതിഗംഭീരമായ കുഴിയാണ്. വെറുതെ വായിലിട്ടാൽ മതി. ബീഫ് ശരിക്കും ചവച്ച് തിന്നണമെന്നാണ്, പക്ഷെ ഇത് ചവയ്ക്കാനുള്ള സമയമില്ല. അതെ, ചവയ്ക്ക വേണ്ട, അടിപൊളി അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ശരിക്കും ഇത് 1.5 വേവായി പോയിട്ടാ. ശരി, ആടൊക്കെയാണ് നമ്മൾ കുലുക്കിയ വീണത്. നമ്മ കമ്പി കെട്ടി വെച്ചോണ്ടോ, അല്ലെങ്കിൽ ശരിക്കും എല്ലാം വീട്ടണം. അപ്പം സംഭവം എന്തായാലും ശരിക്കും പറഞ്ഞാൽ അടിപൊളി എന്നല്ല, ഇതുപോലൊരു സംഭവം അതെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. അത്രയും രസകരമായ ടേസ്റ്റ്. ആ മുളകിൻ്റെയും ആ കുരുമുളകിൻ്റെയും അതിൻ്റെ ഫ്ലേവറും കൂടി വന്നപ്പോഴല്ലോ അടിപൊളി. പിന്നെ അതിന് വേവ് ഒന്നും പറയാനില്ല, അതിഭയങ്കരമായ വേവായിരുന്നു. അതുപോലെ ടേസ്റ്റും സൂപ്പർ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.